ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന രേവതിക്കുട്ടിനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷം നേരെ രോഹിത്തിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണേ. എന്നിട്ട് രോഹിത്തിനോട് അലീന ചോദിക്കുന്നുണ്ട്, എൻ്റെ ഫോൺ എവിടെയെന്ന് ചോദിക്കുകയാണേ. അപ്പോൾ പറയാൻ മനസ്സില്ലടി എന്നൊക്കെ പറഞ്ഞിട്ട് രോഹിത് ചൂടാവാണേ. അപ്പോൾ രോഹിത്തിനോട് അലീന പറയാണ്, മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറയുകയാണേ. എൻ്റെ ഫോൺ എനിക്ക് കിട്ടണം, അത് കിട്ടണം എന്നുള്ളത് എൻ്റെ നിർബന്ധമാണ്, എനിക്ക് ഫോൺ തന്നിരിക്കണം എന്നൊക്കെ പറയുകയാണേ. നിങ്ങൾ ആ ഫോൺ എന്ത് ചെയ്തെന്ന് എന്നോട് പറയണം എന്ന് പറയുകയാണേ. അപ്പോൾ രോഹിത്താണെന്നുണ്ടെങ്കിൽ പറയുന്നത്, നിനക്ക് ചെയ്യാൻ എന്താണ് പറ്റുന്നത് വെച്ചാൽ നീ അത് ചെയ്ത് കാണിക്കടി എന്നൊക്കെ പറയുകയാണേ. നീ ഇത് മര്യാദയ്ക്ക് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ അച്ഛനെ കൂട്ടി ഞാൻ നിൻ്റെ റൂമിലേക്ക് ഇപ്പം തന്നെ വരുന്നു പറയാണ്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, അങ്ങനെ നിനക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നീ ചെയ്ത് കാണിക്കും നീ എന്നൊക്കെയാണ് കേട്ടോ രോഹിത് അലീനോട് പറയുന്നത്. വളരെയധികം ദേഷ്യത്തോട് കൂടിയിട്ടാണ് രോഹിത് സംസാരിക്കുന്നത്. പക്ഷെ അലീനയാണെന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കുന്നില്ല. ആലീന നിൻ്റെ അച്ഛനെയും കൊണ്ട് റൂമിലേക്ക് വരുന്നു പറഞ്ഞാൽ വന്നിരിക്കും, അത് നീ നന്നായി ഓർത്തോ എന്ന് പറയുകയാണേ. അവസാനം രോഹിത്ത് പേടിക്കുകയാണ് കേട്ടോ അലീനയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട്. അപ്പോൾ എന്തായാലും രോഹിത്തും ഹരിയും കൂടിയിട്ട് ആ ഫോൺ കളഞ്ഞല്ലോ. അപ്പോൾ അത് തുറന്നു പറയുന്ന ഒരു ഭാഗം കൂടി ഉണ്ടാവും. പ്രമോൽ അത് കാണിച്ചിട്ടില്ല. പിന്നീട് കാണിക്കുന്നത് നമ്മളെ മനു വരികയാണ്. മനു വരുമ്പോൾ അലീനയെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അലീന പണിയെടുക്കാത്ത കാര്യങ്ങളും മറ്റൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അലീനയ്ക്ക് 2 ആഴ്ച റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യിക്കണം, റെസ്റ്റ് കൊടുക്കണം. ഇനി ആൻറ്റി അവളെ കൂടെ പണിയെടുപ്പിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ വൈജയന്തി മനുവിനോട് പറയാണ്, ഞാൻ അവളെ ഇവിടെ നിന്ന് പിരിച്ചു വിട്ടാലും നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി അവളെ ഇവിടെ നിന്ന് പിരിച്ചു വിടുന്ന ആ നിമിഷം കാറും കൊണ്ടുവന്ന് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ വൈജയന്തിക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. ഇതൊക്കെ ബാലേന്ദ്രൻ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ രോഹിത് ഈ സമയത്ത് കോളേജിലേക്ക് പോകുമ്പോൾ നമ്മളെ മനു കാണാൻ കേട്ടോ. മനു രോഹിത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയാണ്, ആഹാ നീ കോളേജിലേക്ക് പോകാണോ, നിന്നെ ഞാനൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ രോഹിത് വളരെയധികം ദേഷ്യത്തോടു കൂടി തന്നെ പറയാണ്, കണ്ടില്ലേ ഇപ്പം കണ്ടില്ലേ അതുപോലെ എന്ന് ചോദിക്കുകയാണേ. ഇങ്ങനെ കാണാനല്ല, പക്ഷേ കാണേണ്ട രീതിയിൽ നിന്നെ എനിക്കൊന്ന് കാണണം എന്ന് രോഹിത്തിനോട് മനു പറയുകയാണേ. രോഹിത്ത് ആകെ തലകുമ്പിട്ടിരിക്കുകയാണ് കേട്ടോ നാണക്കേടുകൊണ്ട്. പക്ഷേ രോഹിത്താണെന്നുണ്ടെങ്കിൽ മറുപടി നല്ല തക്ക മറുപടി തന്നെയാണ് കേട്ടോ പറയുന്നത്. ദേഷ്യത്തോടു കൂടി തന്നെയാണ്, ഇപ്പം കണ്ടത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടിയിട്ട് പോവുകയാണ്. ഇതൊക്കെ ബാലേന്ദ്രൻ മാറി നിന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.